ഹലോ, ഇന്നൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് കിടക്കാം. ഞാൻ കുറേ നാളത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമായിട്ടത്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു മോയ്സ്ചറൈസറാണ്, ഡൗട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ. ഞാനിത് സ്മിറ്റന്ന് വാങ്ങി ട്രൈ ചെയ്ത് എനിക്ക് ഓക്കെ തോന്നിയപ്പോൾ ഞാനിതാ വീണ്ടും എൻ്റെ വലിയ പാക്ക് വാങ്ങിയത്. അപ്പോൾ കഴിയാനായിട്ടുണ്ട്. അത് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡൗട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ എൻ്റെ ഒരു ഓയിൽ സ്കിന്നാണ്, അതിനെനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ ആയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചിടുന്നുള്ളൂ സൺസ്ക്രീൻ. എനിക്ക് ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ എന്തോ ഫേസിൽ ഒരു ഗ്ലോയിങ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഓയിൽ സ്കിന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്ന് ഓക്കെ തോന്നിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ലിപ് ലൈനർ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിപ് ലൈനർ ഞാൻ പ്രിയങ്ക എന്നുള്ള ഒരു ഫാൻസി പോയപ്പോൾ വാങ്ങിയിട്ട് നമ്മൾ ഗുരുവായൂർ പോയിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ പ്രിയങ്കയെ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ലൈനർ നല്ല രസമുള്ള ലൈനറാട്ടോ. പിന്നെ നമ്മളിത് ആ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ കുറേ ഷെയ്ഡ് ഡാസ്ലറിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കതിൽ ഇഷ്ടപ്പെടുള്ള ഒരു ഷെയ്ഡാട്ടോ ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാട്ടോ. പക്ക ഓറഞ്ച് അല്ല, പക്ഷേ ഇതൊരു സ്കിൻ ടോണിലൊക്കെ മാച്ചിങ് ആയി പോകുന്നത് നല്ല ടൈപ്പ് ഓറഞ്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലറ്റിൽ നിന്ന് ഒരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കണ്ട മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐലൈനറൊക്കെ കുറച്ച് ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്നൊരു റിസപ്ഷൻ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ വെച്ചു ഐഷാഡൊക്കെ ഇട്ടൊന്ന് സെറ്റായിട്ട് പോകാന്നിട്ട്. ഭയങ്കരമായിട്ട് മേക്കപ്പൊന്നും ചെയ്യണില്ല, ചെറിയ രീതിയിൽ. അപ്പോൾ കണ്ണിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ താഴെ വാട്ടർലൈൻ്റെ ആ ഭാഗത്ത് അടിയിലായിട്ടും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏതാ കളർ വേണ്ടത് നോക്കിയിട്ട് ചൂസ് ചെയ്യായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ട് ഓക്കെയാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തു. അതാകുമ്പോൾ കുറച്ച് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്തോളൂ. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റിൻ്റെ കൺസീലറാണ്, വാം ന്യൂഡ് പറഞ്ഞുള്ള ഷെയ്ഡാണ്. അപ്പോൾ അത് ജസ്റ്റ് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കൺസീലർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ കൺസീലറും കൂടി ഇടുകയാണെങ്കിൽ നല്ല ബ്ലെൻഡായി കിട്ടും. അപ്പം ഞാൻ അതിന് മുന്നേ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഇടുന്നത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നിയോണ്ട് മാത്രം ഞാൻ മോയ്സ്ചറൈസറിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ടാട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ജസ്റ്റ് ഒരു ഗ്ലോ വന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നാണ്. അപ്പം ഞാനിത് ഒരു ജസ്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ടാട്ടോ, ഒരു ബ്രൗൺ പെൻസിൽ വെച്ചിട്ടാണ് ഞാനിത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ മസ്കാര, അത് സ്വിസ് ബ്യൂട്ടിൻ്റെ മസ്കാരയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ നമ്മൾ കണ്ണിലെ ലാഷസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഐലൈനർ ഇടട്ടോ. ഇത് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഒരുവിധം ഗേൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഐലൈനറാണ് ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ. അപ്പോൾ ഇതാണ് ഞാനിതാ ഇങ്ങനെ ഫുൾ കണ്ണിൻ്റെ താഴെ മുകളിലൊക്കെ എഴുതി കൊടുക്കട്ടെ. എനിക്ക് കണ്ണ് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതാ നല്ല രീതിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് ബ്ലഷിൻ്റെ പാലറ്റ് ഒന്നും ഇല്ല. സോ നമ്മൾ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തില്ല ഡാസ്ലറിൻ്റെ സെയിം ഷെയ്ഡ് എടുത്തിട്ട് ഞാനിതാ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലഷ് ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മളിപ്പോൾ നോർമലായിട്ട് എല്ലാ മേക്കപ്പ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസിൽ ഞാൻ ലെയറായിട്ടൊന്നും യൂസ് ചെയ്യില്ലല്ലോ, ജസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കും ബ്ലഷും മാത്രമായിട്ട് ഇട്ട് പോകും. മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്കും ബ്ലഷും മാത്രം ഇട്ട് പോകും. പിന്നെ കണ്ണെഴുതലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ണൊക്കെ എഴുതിയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു വാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേക്കപ്പ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇയർ റിങ്സ് ഇട്ടാൽ മാല. പിന്നെ ഞാൻ അത് തന്നെയാണ്, അത് എപ്പോഴും ആ മാല തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അതിൻ്റെ സ്ഥിരം മാലയാണ്. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു ചെറിയ ഒരു ചെയിൻ, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ ഉള്ളത് കമ്മൽ ഇതാണ്. അപ്പോൾ ഈ ഒരു കമ്മലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹെയറൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.